മോഹൻലാൽ സൂപ്പർ നായകനായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, സൂപ്പർ താരമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വന്ന ഒരു സിനിമയാണ്. അതിൻ്റെ ഒരു തുടക്ക കാലഘട്ടമാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള കഥാപാത്രങ്ങളെ ലാൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് മിഴുനീർപ്പോളിൽ 100% നെഗറ്റീവായിട്ടുള്ള ഒരു കഥാപാത്രത്തെയാണ് അതിൽ ലാൽ അവതരിപ്പിച്ചത്. എൻ്റെ സിനിമയിൽ ആദ്യത്തെ സിനിമയിൽ തന്നെ ആദ്യത്തെ പാട്ട് പാടി യേശുദാസാണെന്നുള്ളൊരു വലിയ സന്തോഷമുണ്ട്. മോഹൻലാൽ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തുകൊണ്ടായിരിക്കാം നമ്മൾ വിചാരിച്ചൊരു വലിയ ഹിറ്റായില്ല ആ സിനിമ. ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ഞാൻ പ്രൂവ് ചെയ്തിട്ടില്ല. എൻ്റെ സിനിമ എന്താവും എന്നുള്ളത് ഒന്നും അറിയില്ല. ആദ്യത്തെ ഷോട്ട് ഞാൻ എടുക്കുന്നത് മോഹൻലാലിൻ്റെ മുഖത്ത് ക്യാമറ വെച്ചുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ഷോട്ട് ഞാൻ ചിത്രീകരിക്കുന്നത്. അപ്പോഴേക്കും മോഹൻലാൽ സൂപ്പർ താരമായി കഴിഞ്ഞു മലയാളത്തിൽ. സൂപ്പർ താരത്തിൻ്റെ ഡേറ്റോടുകൂടി അദ്ദേഹം തന്നെ നിർമ്മിക്കുന്ന ഒരു സിനിമ ചെയ്യാനുള്ളൊരു അവസരം കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് തോന്നി. ഒന്ന് മാറിക്കണോ, അയാളെ ആ കുട്ടി എന്നോട് പറഞ്ഞു, ഒന്ന് മാറിക്കണോ, എനിക്ക് കണ്ടുവിടാന്ന് പറഞ്ഞ്. ഇല്ല, അവർക്ക് ഷൂട്ടിങ് കാണാൻ പറ്റില്ല, ഞാൻ മുമ്പിൽ നിൽക്കണമുണ്ട്. പിന്നീട് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാവ്യമാധവനൊക്കെ വന്നത് അങ്ങനെ തന്നെയാണ്. സിനിമയിലെ കഥ തുടരുകയാണ്. എൻ്റെ ചലച്ചിത്ര ജീവിതത്തിൻ്റെ ഒരു ഘട്ടമാണ് ഇതുവരെ പറഞ്ഞത്. സഹസംവിധായകനായി ആദ്യത്തെ സിനിമയിലെത്തുന്ന ഒരു കാലം വരെ. മിഴുനീർപ്പോളാണ് എൻ്റെ ആദ്യത്തെ സിനിമ. 1986 ആ സിനിമ സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ശ്രീസായി പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ആ സിനിമ മോഹൻലാൽ, ഉർവശി, ലിസി, നെടുമുടി വേണു, തിലകൻ, ഇന്നസെൻ്റ് തുടങ്ങിയിട്ടുള്ള വലിയൊരു താരനിര ഉണ്ടായിരുന്ന സിനിമയാണ്. അത് സത്യത്തിൽ മോഹൻലാൽ സൂപ്പർ നായകനായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, സൂപ്പർ താരമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വന്ന ഒരു സിനിമയാണ്. അതിൻ്റെ ഒരു തുടക്ക കാലഘട്ടമാണ്. രാജാവിൻ്റെ മകൻ പോലുള്ള സിനിമകൾ അതേ വർഷം തന്നെയാണ് വരുന്നത്. ലാലിൻ്റെ പല ജോണറിൽപ്പെട്ട ഒരുപാട് സിനിമകൾ വരുന്ന ഒരു കാലം കൂടിയായിരുന്നു അത്. അതിനു മുമ്പ് ഈ ശോഭരാജ് പോലുള്ള കുറച്ച് ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമകൾക്കൊക്കെ ശേഷം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, ടി.പി. ബാലഗോപാലൻ, അതുപോലെ ലൈറ്ററായിട്ടുള്ള സിനിമകളും എന്നാൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഒക്കെ ലാൽ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കഥാപാത്രങ്ങളെ ലാൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് മിഴുനീർപ്പോളിൽ 100% നെഗറ്റീവായിട്ടുള്ള ഒരു കഥാപാത്രത്തെയാണ് അതിൽ ലാൽ അവതരിപ്പിച്ചത്. അതുതന്നെയായിരുന്നു ആ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പൊതുവേ നായകന്മാരൊക്കെ അന്ന്, പ്രത്യേകിച്ചും ഒരു സൂപ്പർ താരമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഹീറോ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യാന്ന് പറയുന്നത് അങ്ങനെ അപ്പോൾ ഒക്കെ കുറവായിരുന്നു. പക്ഷേ മോഹൻലാലിനെ സംബന്ധിച്ചോളം അതൊരു പ്രശ്നമായിരുന്നില്ല. ആ കഥയുടെ ഒരു പ്രത്യേകതയും അത് തന്നെയാണ്. ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. ആ സിനിമ ജോൺ പോൾ തിരക്കഥ എഴുതി. അതിന് സംഗീതം ചെയ്തത്, എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്, അർജുന മാസ്റ്ററായിരുന്നു അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ, പാട്ടുകൾ ചെയ്തത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അർജുന മാഷ് അധികം സിനിമകൾ ചെയ്യുന്നൊരു സമയമല്ല. നമുക്കറിയാം, ദേവരാജൻ മാഷ്, ദക്ഷിണാമൂർത്തി, ബാബുരാജ് തുടങ്ങിയിട്ടുള്ള തലമുറയ്ക്ക് ശേഷം വന്ന ഏറ്റവും പ്രഗത്ഭനായ സംഗീത സംവിധായകനാണ് അർജുന മാഷ്. ഒരുപാട് ഹിറ്റ് പാട്ടുകൾ ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ വലിയ ഇഷ്ടമാണ്. ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഇവരൊക്കെ കാസ്റ്റിംഗ് എല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർ ആകെ ഒരു ആവശ്യം മാത്രമേ, പ്രൊഡ്യൂസർ എന്ന് വെച്ചാൽ ആർ ശ്രീനിവാസിൻ്റെ മക്കൾ, ഒരേ ഒരു ആവശ്യം മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. മ്യൂസിക് ഡയറക്ടർ ഞങ്ങളുടെ സ്ഥിരം മ്യൂസിക് ഡയറക്ടർ അർജുന മാസ്റ്ററാണ്. അദ്ദേഹം തന്നെ ആയിരിക്കണം മ്യൂസിക് ചെയ്യേണ്ടത്, പാട്ടുകൾ ചെയ്യേണ്ടത്. അത് നിങ്ങൾ പറഞ്ഞാൽ ഡയറക്ടർ പറഞ്ഞത് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ ബാനറിൽ അർജുന മാസ്റ്റർ മാത്രമേ സംഗീതം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അർജുന മാസ്റ്റർ മ്യൂസിക് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. അപ്പോൾ ജോൺ പോളും പറഞ്ഞ് നല്ല ഇതല്ലേ മാഷ് ഒരു പാട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നൊരു അംഗീകാരമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ആർ.കെ. ദാമോദരനാണ് അതിന് പാട്ടുകൾ എഴുതിയത്. ആർ.കെ. ദാമോദരനും അവരുടെ സ്ഥിരമായിട്ട് ആ കമ്പനിക്ക് വേണ്ടിയിട്ട് പാട്ടുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ആർ.കെ. ദാമോദരനായിരുന്നു. 2 പാട്ടുകളാണ് ആ സിനിമയിൽ ഉണ്ടായിരുന്നത്. എറണാകുളത്ത് വെച്ചായിരുന്നു അതിൻ്റെ കമ്പോസിങ് ഒക്കെ. അപ്പോൾ ആ കാലഘട്ടത്തിൽ പാട്ടുകൾ പൊതുവെ ട്യൂണിട്ട് പാട്ടുണ്ടാക്കുന്ന ഒരു കാലം തുടങ്ങിയിരുന്നു സിനിമയിലൊക്കെ. പക്ഷേ അർജുന മാസ്റ്റർ പഴയ ഒരു രീതിക്ക് തന്നെ കവിത എഴുതിയിട്ട് അതിന് ട്യൂൺ ചെയ്യാന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ എന്നോട് അത് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ആർ.കെ. ദാമോദരൻ പാട്ട് എഴുതി, മാഷ് ട്യൂണിട്ട്, മാഷ് പഴയ രീതിയിൽ ഹാർമോണിയമൊക്കെ വെച്ചിട്ട് വലിയൊരു അനുഭവമായിരുന്നു അത്. മാഷ് ആ പാട്ട് ചന്ദ്രകിരണത്തിൻ ചന്ദനമുണ്ണും എന്ന് പറഞ്ഞിട്ട് യേശുദാസ് പാടിയ പാട്ടാണ്, വലിയ ഹിറ്റായ പാട്ടാണ്. അപ്പോൾ ആ പാട്ട് മാഷ് 2-3 ട്യൂൺ ഇട്ടു. ഏതാണ് കമലിന് ഇഷ്ടപ്പെട്ടൊക്കെ സിറ്റുവേഷന് യോജിക്കുന്ന രീതിയിൽ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ മാഷ് ആദ്യം ഇട്ട ട്യൂണാണ് എനിക്ക് പെട്ടെന്ന് ഓക്കെ ആവുകയും അങ്ങനെ ആ പാട്ട് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. ദാസേട്ടൻ അങ്ങനെ എൻ്റെ ആദ്യത്തെ സിനിമയിൽ തന്നെ ആദ്യത്തെ പാട്ട് പാടി യേശുദാസാണെന്നുള്ളൊരു വലിയ സന്തോഷമുണ്ട്. ഞാൻ സിനിമയിലേക്ക് വരുന്ന സമയത്ത്
എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് യേശുദാസിൻ്റെ ഒപ്പം പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു. അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സിനിമയിൽ അദ്ദേഹം പാട്ട് പാടിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ റെക്കോർഡിങ് സമയത്ത് ഞാൻ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ അനുഭവമാണ്. യേശുദാസ് പാടുന്നത്, വോയിസ് റൂമിൽ അദ്ദേഹം പാടുന്നത് നേരിട്ട് കാണുക എന്ന് പറയുന്ന ഒരു വലിയ അനുഭവമാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമയിൽ ആദ്യത്തെ പാട്ട് തന്നെ ദാസേട്ടൻ പാടി എന്നുള്ളത് അതേപോലെ ഒരു സന്തോഷം തന്നെയാണ്. അത് ഷൂട്ടിംഗ് നടന്നത് കോട്ടയത്താണ്. സെൻട്രൽ പിക്ചേഴ്സ് ആയിരുന്നു അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ കോട്ടയം ലൊക്കേഷൻ തിരഞ്ഞെടുക്കാനുള്ള കാരണവും സെൻട്രൽ പിക്ചേഴ്സായിട്ടുള്ള ഒരു അടുപ്പം വെച്ചിട്ടുണ്ട്. കാരണം ഈ ശ്രീസായിയുടെ എല്ലാ പടങ്ങളും അവരാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോട്ടയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നടക്കുന്ന കഥയായിട്ട് തന്നെയാണ് ആ സിനിമ വരുന്നത്. അതുകൊണ്ട് കോട്ടയത്ത് ചിത്രീകരിച്ചു. ഞങ്ങൾ അത് ഒരു മാർച്ച് മാസത്തിലാണ് അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നത്. പക്ഷേ റിലീസ് ചെയ്യുന്നത് ജൂൺ 19 നല്ല മഴക്കാലത്താണ് എൻ്റെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്യുന്നത്. വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കഥയാണ്. ആൻറ്റി ഹീറോ ആണ് ക്യാരക്ടറെങ്കിലും അതിന് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു കഥ പറച്ചിലുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ ആദ്യത്തെ സിനിമ ആദ്യത്തെ ഷോ തന്നെ കാണുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു വലിയ മോഹമാണല്ലോ. അപ്പോൾ അത് കോട്ടയത്ത് പ്രൊഡ്യൂസേഴ്സ് 2 ശിവപ്രസാദും രാംപ്രസാദും കോട്ടയത്ത് വരാം, നമുക്ക് കോട്ടയത്ത് വന്നിട്ട് സിനിമ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തലേദിവസം തന്നെ കോട്ടയത്ത് വന്നു. കോട്ടയത്ത് വന്ന് അന്ന് രാത്രി തലേദിവസം രാത്രി കിടക്കാൻ നേരത്ത് ഈ മക്കളെന്നോട് പറയുന്നത്, നാളെ രാവിലെ നമുക്ക് അവരുടെ അച്ഛൻ മരിച്ച സ്ഥലത്ത്, ഞാൻ കഴിഞ്ഞ ലക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബോട്ട് അപകടത്തിലാണ് അദ്ദേഹം മരിച്ചത്, കുമരകത്ത് ഒരു ബോട്ട് അപകടത്തിൽ. അപ്പോൾ അവിടെ ചെല്ലണം, അച്ഛൻ മരിച്ച സ്പോട്ടിൽ നമുക്ക് പോയിട്ട് വേണം സിനിമാ തിയേറ്ററിലേക്ക് പോകാനെന്ന് പറഞ്ഞു. അപ്പോൾ മക്കളുടെ ഒരു സെൻറ്റിമെൻറ്റ്സ് അല്ലേ, ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഞങ്ങൾ രാവിലെ ഒരു ബോട്ടൊക്കെ ഒരു സെൻട്രൽ പിക്ചേഴ്സ് ഏർപ്പാട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബോട്ടിൽ കയറി കുമരകത്ത് നിന്ന് ഞങ്ങൾ ഈ കായലിലേക്ക് പോവാം. അപ്പോൾ നല്ല മഴയാണ്. അപ്പം ഞങ്ങൾ ബോട്ടിൽ കയറാൻ നോക്കുമ്പോൾ ഒരു പൂജാരിയും കുറേ പൂജാ സാമഗ്രികളൊക്കെ ഇട്ട് അതിൻ്റെ കൂടെ വന്നേക്കണം. അപ്പോൾ ഞാൻ ഈ പ്രൊഡ്യൂസേഴ്സിനോട് ഇതെന്താണ്, അല്ലാതെ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ, അവർ ബ്രാഹ്മിൺസ്, അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ബോട്ടിൽ കയറി ബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ മരിച്ച സ്ഥലം ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് ആർക്കും അറിയില്ല. അപ്പോൾ അത് അന്ന് ഈ ബോട്ടപകടം നടന്ന സമയത്ത് ഈ രക്ഷപ്പെടുത്താനൊക്കെ ഉണ്ടായിരുന്ന കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. അയാളും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞ ഒരു സ്പോട്ടാണ്, കുറേ കുറ്റികൾ ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് വേമ്പനാട്ട് കായലിൻ്റെ അകത്തോട്ട് പോയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മഴയും ഭയങ്കര മഴയും. ഒരു സ്ഥലം പറഞ്ഞപ്പോൾ ഇവിടെ എവിടെ കണ്ടാണെന്ന് പറഞ്ഞ് ബോട്ട് നിർത്തിയിട്ട് ഇവർ പൂജ നടത്തുക, പൂജാരി. എനിക്ക് ശരിക്കും ഒരു ചിരിയും വരുന്നുണ്ട്. കാരണം ഈ മഴയത്ത് പൂജ നടത്തുക എന്ന് പറയുന്നത് ഒരു അമ്പലമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അല്ലല്ലോ, മരിച്ചൊരു സ്ഥലത്ത് പൂജ. പക്ഷേ അവരുടെ വിശ്വാസമല്ലേ, നമുക്കതിനെ ഒന്നും ഖണ്ഡിക്കാൻ പറ്റില്ല. കുറേ നേരം പൂജ, ഈ എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉച്ചരിച്ചിട്ട് അവർ പൂക്കളൊക്കെ ഒരു തമിഴ് സ്റ്റൈലിലാണ് അവരുടേത്. ഇവർ തമിഴിയൻസാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് പൂജ. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. മഴ ഭയങ്കരമായിട്ട് കൂടുന്നു, കാറ്റടിക്കുന്നു, ബോട്ട് കിടന്നു ഉലയാൻ തുടങ്ങി. എനിക്ക് സത്യത്തിൽ ഭയങ്കര പേടിയായി. ഞാൻ ഇവരോട് പറഞ്ഞ് എങ്ങാനും ബോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ബോട്ട് അപകടം ഉണ്ടാവും. എൻ്റെ മനസ്സിൽ അപ്പോൾ പോയ ചിന്ത എന്താ അറിയാമോ, എൻ്റെ ആദ്യത്തെ പടം റിലീസ് ചെയ്യാൻ പോവുക. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോ തുടങ്ങും, ആദ്യത്തെ ഷോ തുടങ്ങും, നൂൺ ഷോ കോട്ടയത്ത് ആനന്ദ് തിയേറ്ററിൽ തുടങ്ങും. ഇത് കാണാനായിട്ട് എനിക്ക് പറ്റില്ലേ എന്നുള്ളൊരു ടെൻഷനായിപ്പോയി എനിക്ക്. അപ്പോൾ കാരണം ആദ്യത്തെ സിനിമ, അതിനു മുമ്പ് നമ്മളൊരു അപകടത്തിൽ പെടുമോ എന്നുള്ളൊരു വലിയ ഭീതിയോടുകൂടി തന്നെയാണ് ഞാൻ ആ പൂജ നടക്കുന്ന സമയത്ത് മുഴുവൻ ബോട്ടിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞൊരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പൂജയൊക്കെ തീർന്ന് ഞങ്ങൾ ബോട്ട് തിരിച്ച് മടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മഴയൊക്കെ കുറച്ച് കുറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വന്ന് നേരെ തിയേറ്ററിലേക്ക് വന്നു. ആനന്ദ് തിയേറ്ററിൽ വന്ന് സിനിമ ഫസ്റ്റ് ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ടൈറ്റിൽസ് തുടങ്ങിക്കഴിഞ്ഞു. കറക്റ്റായിട്ട് ഞാൻ ഡോറ് തുറന്ന് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ ടൈറ്റിൽ പേര് ഒക്കെ വരുന്ന ആ സമയത്താണ് ഞാൻ കയറുന്നത്. അത് വലിയൊരു സന്തോഷം ഉണ്ടാകുന്ന കാര്യം. അപ്പോൾ ഞാൻ ആശ്വസിച്ചു, ആദ്യത്തെ സിനിമയുടെ ടൈറ്റിൽ കാണാൻ പറ്റിയല്ലോ. കാരണം ബോട്ടിലിരിക്കുമ്പോൾ ഞാൻ അങ്ങനെയല്ല ചിന്തിച്ചത്. ഫുള്ളായിട്ട് ക്രൗഡിൻ്റെ കൂടെ ഇരുന്നിട്ട് സിനിമ കണ്ടു. ആൾക്കാർ ഭയങ്കര ഇതായിരുന്നു. പക്ഷേ അപ്പോഴേക്കും നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 2-3 ദിവസം നല്ല കളക്ഷനൊക്കെ ആയിരുന്നു. പിന്നെ മോഹൻലാൽ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തുകൊണ്ടായിരിക്കാം നമ്മൾ വിചാരിച്ചൊരു വലിയ ഹിറ്റായില്ല ആ സിനിമ. പക്ഷേ എങ്കിൽ പോലും പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെ ഹാപ്പി ആയിരുന്നു. എന്നെ സംബന്ധിച്ചോളം ആസ് എ ഡയറക്ടർ എനിക്ക് നല്ല പേര് കിട്ടിയ ഒരു സിനിമയാണ്. ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ, ഒരു സംവിധായകൻ്റെ ഒരു സ്കില്ല് ആ സിനിമയിലുണ്ടെന്നുള്ള രീതിയിൽ എല്ലാവരും പറഞ്ഞ ഒരു സിനിമയാണ്. മറക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമയുടെ ചിത്രീകരണ സമയത്ത് കുറേ രസകരം. മോഹൻലാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരാണ്. ആദ്യത്തെ ഷോട്ട് ഞാൻ എടുക്കുന്നത് മോഹൻലാലിൻ്റെ മുഖത്ത് ക്യാമറ വെച്ചുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ഷോട്ട് ഞാൻ ചിത്രീകരിക്കുന്നത്. അത് വലിയൊരു അനുഭവമാണ്. കാരണം പിന്നീട് ഞാനും മോഹൻലാലും കൂടി ഒരുപാട് പടം ചെയ്ത്, മോഹൻലാലിനെ പോലെ ഇന്ത്യൻ സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ചൊരു നടനെ വെച്ചിട്ട് ആദ്യത്തെ സിനിമ ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞത് വലിയൊരു സന്തോഷമാണ്. മറ്റൊരു പ്രധാനപ്പെട്ടൊരു സംഭവം, സന്തോഷവും,
മെഴുനീർപ്പുകളുടെ ഡബ്ബിങ് നടക്കുക. മദ്രാസിൽ ആണ് അന്ന് ഡബ്ബിങ്ങൊക്കെ. അപ്പോൾ ചെന്നൈയിൽ ഡബ്ബിങ് നടക്കുന്ന സമയത്ത് അന്ന് സെഞ്ച്വറി ഫിലിംസും മോഹൻലാലും കൂടി ചേർന്നിട്ട്, സെഞ്ച്വറി കൊച്ചുമോൻ, അവർ ചേർന്നിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചിയേഴ്സ് എന്നാണ് ആ കമ്പനിയുടെ പേര്. അപ്പോൾ കൊച്ചുമോൻ എപ്പോഴും ഷൂട്ടിംഗ് സമയത്തും കോട്ടയത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം ഇടയ്ക്ക് അവിടെ വരുമായിരുന്നു. സെഞ്ച്വറി ഫിലിംസിൻ്റെ രാജു മാത്യു ഉണ്ട്, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഇടയ്ക്ക് അവിടെ വരുമായിരുന്നു. മദ്രാസിൽ ഞാൻ സെഞ്ച്വറിയുടെ കുറേ സിനിമകളുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. കാരണം സേതുമാൻ സാറിൻ്റെ അവിടുത്തെ പൊലിവിടെ അങ്ങനെയുള്ള സിനിമകളൊക്കെ തന്നെ സെഞ്ച്വറി നിർമ്മിച്ച സിനിമകളാണ്. അപ്പോൾ സെഞ്ച്വറിയായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്, കൊച്ചുമോനായിട്ട്. അപ്പോൾ ഡബ്ബിങ് നടക്കുന്ന സമയത്ത് മോഹൻലാൽ ഡബ്ബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊച്ചുമോനും വരുന്നു, മോഹൻലാലിനായിട്ട് സംസാരിക്കുന്നു. ഒരു റീല് ഡബ്ബ് ചെയ്തിട്ട് പുറത്ത് നിന്നിട്ട് അവരെന്തോ സംസാരിക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത റീല് തുടങ്ങുന്ന നേരത്തെ എന്നോട് മോഹൻലാൽ പറഞ്ഞു, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ പുറത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ചിയേഴ്സ് ഒരു സിനിമ നിർമ്മിക്കാൻ പോകുന്നു, ഞാനും കൊച്ചുമോനും ചേർന്നിട്ട്. അത് കമൽ സംവിധാനം ചെയ്യണം. ഞങ്ങളിപ്പോൾ അത് ആലോചിച്ച് തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മൾ എപ്പോഴാണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്താൽ മതി, കഥയൊക്കെ ആലോചിച്ചാൽ മതി, കമലായിരിക്കണം അതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞു. കൈ തരാൻ പറഞ്ഞ് ഞങ്ങൾ കൈ തന്നു. അന്ന് അപ്പോൾ തന്നെ കൊച്ചുമോൻ ഒരു ചെക്ക് എഴുതിയിട്ട് എനിക്ക് അഡ്വാൻസ് തന്നു എന്നുള്ളതാണ്. ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ സിനിമ റിലീസായിട്ടില്ല, അപ്പോൾ ഡബ്ബിങ് നടക്കുന്നുള്ളൂ. ആ ഡബ്ബിങ് നടക്കുന്ന സമയത്ത് ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ഞാൻ പ്രൂവ് ചെയ്തിട്ടില്ല, എൻ്റെ സിനിമ എന്താവും എന്നുള്ളത് ഒന്നും അറിയില്ല. അപ്പോൾ ആ സമയത്ത് രണ്ടാമത്തെ ഒരു സിനിമ ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് കിട്ടുക, അത് മോഹൻലാൽ. അപ്പോഴേക്കും മോഹൻലാൽ സൂപ്പർ താരമായി കഴിഞ്ഞു മലയാളത്തിൽ. സൂപ്പർ താരത്തിൻ്റെ ഡേറ്റോടുകൂടി അദ്ദേഹം തന്നെ നിർമ്മിക്കുന്ന ഒരു സിനിമ ചെയ്യാനുള്ളൊരു അവസരം കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് തോന്നി. പൊന്നാനിൽ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് കൊച്ചുമോൻ്റെ ഫോൺ വരികയാണ്, കമല എത്രയും പെട്ടെന്ന് നമുക്ക് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ പിറ്റേ ദിവസം കണ്ട് കോഴിക്കോട് ഏതോ ഷൂട്ടിങ്ങിന് മോഹൻലാൽ വരുന്നുണ്ട്. അപ്പോൾ കൊച്ചുമോൻ അവിടെ ഉണ്ടാകും, കമലൊന്ന് കോഴിക്കോട് വരാമോ. ഞാൻ കോഴിക്കോട് ചെല്ലുന്നു, അവിടെ വെച്ച് കൊച്ചുമോനെ മോഹൻലാലിനെ കാണുന്നു. അല്ല, നമ്മളന്ന് പറഞ്ഞത് അഡ്വാൻസൊക്കെ തന്നിട്ടുണ്ട്, പ്രോജക്റ്റായിട്ട് മുന്നോട്ട് പോകണം. കമലിങ്ങനെ വരുന്ന കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ്. അല്ല, ജോൺ പോൾ ഫ്രീ ആണെങ്കിൽ അദ്ദേഹത്തെ വിളിക്കും, നിങ്ങളൊരു കഥയായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ജോൺ പോളിനായിട്ട് ഞാൻ ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ അതും ഒരു വലിയ ഒരു ഊർജ്ജമാണ്, ഒരു സംവിധായകനെ സംബന്ധിച്ചുള്ള വലിയ ഊർജ്ജമാണ്. കാരണം സെക്കൻഡ് സിനിമ എന്ന് പറയുന്നതാണ് പലപ്പോഴും ഒരു സംവിധായകനെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അങ്ങനെ ജോൺ പോളും ഞാനും കൂടി എറണാകുളത്ത് ഇരുന്ന് ഞങ്ങളുടെ ആലോചനയിൽ വന്ന സിനിമയാണ് ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന് പറയുന്ന സിനിമ. ലാലും കൊച്ചുമോനും ഞങ്ങൾ സെഞ്ച്വറിയുടെ ഓഫീസിലിരിക്കുന്നു, ഈ കഥ തീരുമാനിക്കുകയാണ്. കുട്ടികളെക്കുറിച്ച്, കുട്ടികളും മോഹൻലാലുമായിട്ടുള്ള സിനിമ എന്നുള്ളതാണ് അതിൻ്റെ ഒരു അട്രാക്ഷനായിട്ട് ലാലിനും കണ്ടത്. അങ്ങനെ ആ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ മോഹൻലാൽ, കാർത്തിക, അന്നത്തെ ഏറ്റവും മാർക്കറ്റുള്ളൊരു ഹീറോയിനാണ്. മോഹൻലാലിൻ്റെ കൂടെ കുറേ സിനിമകളിൽ അഭിനയിക്കുന്നതാണ്. കാർത്തിക നായിക, പിന്നെ ഇന്നസെൻ്റ്, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ, തിലകൻ ചേട്ടൻ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീരുമാനിച്ചു. നമ്മൾ അതിൻ്റെ പാട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആരും മ്യൂസിക് ചെയ്യും എന്നുള്ള ഒരു ഇത്. അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് സിനിമയിൽ രണ്ടുപേരായിട്ടാണ് അപ്പോൾ അന്ന് മ്യൂസിക് ഡയറക്ടേഴ്സായിട്ട് ഏറ്റവും ബന്ധം. ഒന്ന് ജോൺസണും ഒന്ന് ഔസേപ്പച്ചനുമാണ്. എന്നുവെച്ചാൽ ജോൺസനാണ് മെഴുനീർപ്പുകളുടെ റീ റെക്കോർഡിങ് ചെയ്തത്. അർജുന മാഷ് പാട്ടാണെങ്കിലും RR ചെയ്തത് ജോൺസൺ മാഷാണ്. അപ്പോൾ ജോൺസനായിട്ട് എനിക്ക് മദ്രാസിൽ വെച്ചിട്ട് തന്നെ ഒരുപാട് കാലത്തെ ബന്ധമുണ്ട്. ഔസേപ്പച്ചൻ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ അദ്ദേഹമായിട്ടുള്ള പരിചയമുണ്ട്. കാരണം അദ്ദേഹം അന്ന് സെൻറ്റ് തോമസ് കോളേജിലാണ് പഠിക്കുന്നത്. വയലിൻ വായിക്കാൻ വേണ്ടി ക്രൈസ്റ്റ് കോളേജിൽ, ഞങ്ങളുടെ കോളേജിൽ ഇടക്കിടക്ക് വരുമായിരുന്നു. അപ്പോൾ അന്ന് മുതലുള്ളൊരു പരിചയം ഔസേപ്പച്ചനായിട്ടുണ്ട്. അപ്പോൾ ഔസേപ്പച്ചൻ കാതോട് കാതോരൊക്കെ കഴിഞ്ഞിങ്ങനെ കുറേ പടങ്ങളൊക്കെ ചെയ്ത് നല്ല ഇതിൽ നിൽക്കുകയാണ്. ഔസേപ്പച്ചൻ ബിച്ചു തിരുമല എന്ന് പറഞ്ഞിട്ട് പാട്ട് തീരുമാനിക്കുന്നു. പാട്ടുകൾ എല്ലാം ഭയങ്കര ഹിറ്റായി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഉണ്ണികളൊരു കഥ പറയാമെന്നുള്ള പാട്ട്. ആ പാട്ടിൻ്റെ റെക്കോർഡിങ് പരിപാടികളൊക്കെ ദാസേട്ടനാണ് മിക്കവാറും എല്ലാ പാട്ട് പാടിയത്. ദാസേട്ടൻ വീണ്ടും വീണ്ടും പാട്ട് പാടുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം വലിയൊരു സന്തോഷമായിരുന്നു. ഉണ്ണികളെ ഷൂട്ടിംഗ് നടന്നത് കൊടൈക്കനാലിലാണ്. കൊടൈക്കനാലിൽ സെറ്റൊക്കെ ഇട്ടിട്ടാണ്, പടം കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇതിൻ്റെ തീരത്ത്, ലേക്കിൻ്റെ തീരത്ത് സെറ്റൊക്കെ ഇട്ടിട്ടാണ്. ആർക്കെയാണ് അതിൻ്റെ ആർട്ട് ഡയറക്ടർ, രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. സെറ്റൊക്കെ ഇട്ട് ഞങ്ങൾ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇതായി. അതിന് ഞങ്ങൾ ആദ്യം എസ് കുമാറായിരുന്നു എൻ്റെ ക്യാമറ. ആദ്യത്തെ പടത്തിൻ്റെ ക്യാമറ വിപിൻ മോഹനായിരുന്നു, മെഴുനീർപ്പുകളുടെ. അതിനും വിപിൻ മോഹനായിട്ടുള്ളൊരു ബന്ധം കുറേ പറയേണ്ടതുണ്ട്. കാരണം ഞാൻ അർച്ചന ടീച്ചർ എന്ന് പറയുന്ന സിനിമ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാമറാമാനായിരുന്നു. പിന്നെ കുറേ പടങ്ങളിൽ ഞാൻ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്ത പടങ്ങളിലൊക്കെ വിപിൻ മോഹനായിരുന്നു ക്യാമറ. അപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമയുടെ ക്യാമറാമാനാകുന്നത് വിപിനാകുന്നത് അങ്ങനെയാണ്. ഉണ്ണികളെ വന്നു കഴിഞ്ഞപ്പോൾ അത് മോഹൻലാലിൻ്റെ കൂടി ഒരു താല്പര്യമാണ്. എസ് കുമാർ അന്ന് പ്രിയൻ്റെയൊക്കെ എല്ലാ പടങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എസ് കുമാർ ക്യാമറ, കൊടൈക്കനാൽ ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം തീരുമാനിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുറേ പാട്ടുകളുടെ നല്ല മോർണിംഗ് ലൈറ്റ്സിൽ മാക്സിമം ഷോട്ടുകൾ എടുക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ കുറേ കുട്ടികൾ ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. മോഹൻലാലും കുറേ കുട്ടികളുമാണ്. അപ്പോൾ ഈ കുട്ടികളെ മുഴുവൻ നമ്മൾ സെലക്ട് ചെയ്തത് അന്ന് ഓഡീഷനൊക്കെ നടത്തി പത്രത്തിൽ പരസ്യം, അന്ന് പത്രം ഉള്ളല്ലോ, സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ, പത്രത്തിലൊക്കെ പരസ്യം കൊടുത്ത് കുട്ടികളെയൊക്കെ നമ്മൾ ഓഡീഷൻ ചെയ്തെടുത്ത കുട്ടികളാണ്.
ഓരോ ക്യാരക്ടറിന് പറ്റുന്ന രീതിയിലുള്ള കുറേ കുട്ടികളെ നമ്മൾ ഇത് ചെയ്തിട്ട് ഓഡിഷൻ ചെയ്തിട്ടാണ് എടുത്തത്. ഈ കുട്ടികളെ കേട്ട് മോഹൻലാലുമായിട്ടുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചു വെച്ചാൽ വെളുപ്പാൻ കാലത്ത് ഷൂട്ടിംഗ് തുടങ്ങണം. അപ്പോൾ കൊടൈക്കനാലിൽ നല്ല തണുപ്പുള്ള സമയത്താണ് ഞങ്ങളുടെ ഷൂട്ടിംഗ്, ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചത് വെളുപ്പിന് 4 മണിക്ക് എന്നും എണീറ്റ് ലൊക്കേഷനിലേക്ക് പോകണം. 6 മണിക്ക് ഫസ്റ്റ് ഷോട്ട് എടുത്തിരിക്കണം, നേരം വെളുത്ത് വരുമ്പോൾ തന്നെ. കുമാറും ആ കാര്യത്തിൽ നിർബന്ധം പിടിച്ചു, ഞാനും അത് പറഞ്ഞു. മോഹൻലാലിനോട് തോന്നുന്നു, ലാലു പറഞ്ഞു ഞാൻ റെഡിയെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുണ്ടല്ലോ, ഈ കുട്ടികളെ വെളുപ്പിന് 4 മണിക്കൊക്കെ ഈ തണുപ്പത്ത് കൊണ്ടുവരാമെന്ന് പറയുന്നത് വലിയ പാടല്ലേ. ചെയ്തുകൊണ്ടിരുന്നിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളെ അവരെ പാരൻസ് നേരെ ഉറങ്ങുന്ന കുട്ടികളെ അങ്ങനെ എടുത്ത് ഒരു ടെമ്പോ വാനിലായിരുന്നു എല്ലാ പിള്ളേരും വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് കയറ്റും, അവർ കുട്ടികൾ ഉറങ്ങിയിരിക്കും, നേരെ ലൊക്കേഷനിലേക്ക് കൊണ്ടുവരും. ലൊക്കേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് മിക്കവാറും പല്ല് പോലും തേച്ചിട്ടുണ്ടാവില്ല, കുട്ടികൾ കുളിച്ചിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കാരണം പിന്നെ അതിലെ പടം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, എൻ്റെ വേഷമൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. കുട്ടികൾ അങ്ങനത്തെ ഒരു മുഷിഞ്ഞ വേഷത്തിലൊക്കെയാണല്ലോ പടത്തിലുള്ള. അപ്പോൾ അതുകൊണ്ട് കുളിക്കണം, ഫ്രഷ് ആവലും മേക്കപ്പ് ചെയ്യലും പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികളെ നേരെ കൊണ്ടുവന്നിട്ട് ഷോട്ടിലേക്ക് ഇറക്കുകയാണ് നമ്മൾ ചെയ്യുക. ഉറക്കത്തിൽ നിന്നൊക്കെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ക്യാമറയും ലൈറ്റും ഒക്കെ ആയിരിക്കും കുട്ടികളെ കാണാമെന്നുള്ളതാണ്. അങ്ങനെ 6 മണിക്ക് നമ്മൾ മിക്കവാറും എല്ലാ ദിവസവും 6-6:30 മണിയാകുമ്പോൾ ഷോട്ട് എടുക്കും. ഒരു 7:30-8 മണി വരെ ഞങ്ങൾ പാട്ടിൻ്റെ ഷോട്ടും സീനിൻ്റെ ഷോട്ടുകളൊക്കെ എടുത്തിട്ട് അപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ കുട്ടികൾ പല്ല് തേപ്പിക്കുന്നതും കുളിപ്പിക്കുന്നതൊക്കെ അവിടെയാണ്. അവിടെ തന്നെ ചൂടുവെള്ളമൊക്കെ ഒരു സൈഡിൽ ഉണ്ടാക്കി വെച്ചിട്ട്, വലിയ ബാരലിൽ ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ട് ഈ കുട്ടികളെ അവിടെ കുളിപ്പിച്ചിട്ട് പാരൻസ് ഡ്രസ്സൊക്കെ മാറ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ ബാക്കി ഷൂട്ടിങ് ചെയ്യുന്നത്. ഇത് കുറേ ദിവസങ്ങൾ അങ്ങനെ തുടർന്നുള്ളതാണ്. അങ്ങനെ കോപ്പറേറ്റ് ചെയ്തതെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. ഞാൻ ഈ ഉണ്ണികളുടെ കഥ പറയാം. പടം നമുക്കെല്ലാവർക്കും അറിയാം, പടം നല്ല ഹിറ്റായി. പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ എല്ലാ രീതിയിലുള്ള, എന്നെ സംബന്ധിച്ചുള്ള അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ ഡയറക്ടർ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു പേര് തന്നെ ഒറ്റ പടം കൊണ്ട് തന്നെ, ആ പടം കൊണ്ട് തന്നെ ആസ് എ ഡയറക്ടർ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ഡയറക്ടറായി മാറി. അത് മോഹൻലാലിൻ്റെ ഓൺ പ്രൊഡക്ഷനിൽ നല്ല പ്രോഫിറ്റൊക്കെ കിട്ടുന്ന ഒരു സിനിമയായി അത് മാറി. അതോടൊപ്പം തന്നെ ആ സിനിമ ഉണ്ടാക്കിയ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ ഓർക്കുന്നൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഓർക്കുന്ന ഏറ്റവും വലിയ വെച്ചാൽ, ഇപ്പം ഞങ്ങൾക്ക് ഉണ്ണികളെ റീലോഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അതെന്ന് വെച്ചാൽ ഉണ്ണികളൊരു കഥ പറയാൻ വേണ്ടി കുട്ടികളെല്ലാവരും കൂടി ചേർന്ന് തുടങ്ങിയിട്ടുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ്. ആ കുട്ടികളെന്ന് പറയുന്നത് ഇന്നിപ്പോൾ ജീവിതത്തിൻ്റെ പല തുറത്തിൽ ലോകത്ത് പല ഭാഗത്ത് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്, വലിയ ആൾക്കാരായി. അവരൊരു ദിവസം എന്നെ വിളിച്ചിട്ട്, അതിലൊരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, കമലാങ്കളെ ഞാൻ എന്നാണ് മറ്റേതൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചിട്ട് പറഞ്ഞ്, ഞങ്ങളിങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങുകയാണ്. അപ്പോൾ ലാൽ സാറിനെയും ഔസേപ്പച്ചനെയും കാർത്തികനെയൊക്കെ ആ ഗ്രൂപ്പിലൊന്ന് ചേർക്കണം, സാറും ഒന്ന് പറയണമെന്ന് പറഞ്ഞ് ഞാൻ മോഹൻലാലിനെ വിളിച്ച് പറഞ്ഞു. ഔസേപ്പച്ചനോട് കാർത്തികയൊക്കെ, ലാലൊക്കെ ആ ഗ്രൂപ്പിലുണ്ട്, പക്ഷേ ലാലങ്ങനെ അതിൽ സജീവമല്ല, പക്ഷേ ഞങ്ങൾ സജീവമാണ്. കാർത്തികയൊക്കെ എപ്പോഴും സജീവമായിട്ട് ആ ഗ്രൂപ്പിൽ ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ തമാശ എന്ന് വെച്ചാൽ, ഇപ്പോൾ ആ കുട്ടികളൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഒരാൾ ഓസ്ട്രേലിയയിൽ, ഒരാൾ US, ഒരാൾ സിംഗപ്പൂർ, പിന്നെ നോർത്ത് ഇന്ത്യയിൽ, അവിടെ ഇവിടെയൊക്കെയാണ്. അത് മറ്റ് ചെന്നൈയിലുണ്ട്, എറണാകുളത്തുണ്ട്, അങ്ങനെ പല സ്ഥലത്തുമാണ് ഈ കുട്ടികളൊക്കെ ഉള്ളത്. കല്യാണം കഴിച്ച് അവർക്ക് മക്കളായി അങ്ങനെയൊക്കെ ആയ കുട്ടികളാണ്. അപ്പോൾ അതിൽ മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ എന്ന് പറയുന്നത്, ഞാനൊരു ദിവസം കുറച്ച് കൊല്ലം മുമ്പാണ് ദുബായിൽ എയർപോർട്ടിൽ ഇങ്ങനെ കേരളത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, മറ്റേ ഒരു ഇതിൽ ബോർഡിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അവിടെ നിൽക്കുന്ന സമയത്ത് എയർ ഹോസ്റ്റസ്മാർ ഇങ്ങനെ നടന്നു വരികയാണ്, ഒരു ബാഗ് തൂക്കിയിട്ട്. അപ്പോൾ ഈ കുവൈറ്റ് എയർവേസിൻ്റെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് കുറേ എയർ ഹോസ്റ്റസ്മാർ ഇങ്ങനെ നടന്നു വന്ന് എന്നെ ഇങ്ങനെ ക്രോസ് ചെയ്യുക. ഞാനവിടെ ഇങ്ങനെ ബാഗ് ഇട്ട് നിൽക്കുക. ക്രോസ് ചെയ്തുകൊണ്ട് അതിനൊരു ഭയങ്കര ഹൈറ്റൊക്കെ ഉള്ളൊരു എയർ ഹോസ്റ്റസ് ഇങ്ങനെ നടന്ന് എൻ്റെ മുമ്പിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, കമലങ്കളെ എന്ന് പറഞ്ഞ് വിളിച്ചു. പെട്ടെന്ന് ഞാനിങ്ങനെ ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചതോ കുവൈറ്റിയാണോ അല്ലെങ്കിൽ വിദേശിയാണെന്ന് വരും, കാരണം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നൊരു അപ്പിയർ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി നോക്കി. എന്നെ മനസ്സിലായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ പേര് സ്വപ്ന എന്ന് പറഞ്ഞു. ഞാൻ ഉണ്ണികളയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വപ്ന എനിക്ക് ഉണ്ണികളയിൽ എല്ലാ കുട്ടികളും ഒരിക്കലും മറന്നിട്ടില്ല, പക്ഷേ ഇവള് ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര കുസൃതിയായിരുന്നു ഈ കുട്ടി. ആ കുട്ടിയാണ് ഉണ്ണികളയിൽ അഭിനയിച്ച സ്വപ്ന എന്ന് പറഞ്ഞ കുട്ടിയാണ്. അപ്പോൾ അവൾ കുവൈറ്റിലന്ന് എയർ ഹോസ്റ്റസ് ആയിരുന്നു. അതുപോലെ ഓരോ സിനിമക്കും രസകരമായിട്ടുള്ള കുട്ടികളുമായിട്ടുള്ള അനുഭവം ഉണ്ട്. എനിക്കത് പറയുകയാണെങ്കിൽ ഇനി കുറേ ഉണ്ട്. ഞാനതിലേക്ക് വരാം, അടുത്ത പടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിലേക്ക് വരാം. അപ്പോൾ ഇതാണ് ഉണ്ണികളെ ഒരു കഥ പറയാമെന്നുള്ള എൻ്റെ കരിയറിനെ തന്നെ ശരിക്കും പറഞ്ഞെങ്കിൽ രൂപപ്പെടുത്തിയതിൽ ഒരു സിനിമയാണ് ഉണ്ണികളെ ഒരു കഥ പറയാൻ. ഉണ്ണികളുടെ കഥ പറഞ്ഞ പോലെ തന്നെ ഒരു അനുഭവം എനിക്ക് കാക്കോത്തിക്കാവിൻ്റെ സമയത്തും ഉണ്ടായിരുന്നുള്ളതാണ്. കാക്കോത്തിക്കാവിൽ കാക്കോത്തി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറുണ്ട്. അതിൽ കുട്ടിക്കാലം കാണിക്കണം. അതൊരു മിത്താണ്. ആ മിത്തിൻ്റെ ഒരു സാധനം നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയെ നമുക്ക് 1-2 പേരെ കൊണ്ടുവന്നിട്ട് അതൊന്നും ശരിയായില്ല. അപ്പോൾ ലൊക്കേഷനിൽ വെച്ചിട്ട് ആരെങ്കിലും കിട്ടുമെന്നൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം ഷൂട്ടിങ് നടക്കുക. അപ്പോൾ ഞാൻ രേവതിയുടെ ഷോട്ട് എടുത്ത സമയത്ത് ഒരു കുട്ടി എൻ്റെ പുറത്ത് ഇങ്ങനെ ഇട്ട് തോണ്ടുക.
അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ തൊട്ട് ബാക്കിൽ നിൽക്കണം, ഒന്ന് മാറിക്കണോ, അയാളെ ആ കുട്ടി എന്നോട് പറഞ്ഞു, ഒന്ന് മാറിക്കണോ എനിക്ക് കണ്ടുവിടാന്ന് പറഞ്ഞ്. ഇല്ല അവർക്ക് ഷൂട്ടിങ് കാണാൻ പറ്റില്ല, ഞാൻ മുമ്പിൽ നിൽക്കണമുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്നും വല്ലാണ്ടായി. അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് കുട്ടി മാറും എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി. ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, അവൾക്ക് ഷൂട്ടിംഗ് കാണാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കുട്ടിയെ പിടിച്ച് മുമ്പിലേക്ക് മാറ്റി നിർത്തി. എൻ്റെ മുമ്പിലേക്ക് മോളോട് ഒന്ന് കണ്ടോളാൻ പറഞ്ഞു ഷൂട്ടിംഗ്. അപ്പോൾ ബുക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്കൂളിൽ നിന്ന് ചാടി വന്നേക്കണമെന്നാണ്. ഈ 2ാം ക്ലാസ്സിൽ എങ്ങോട്ട് പഠിക്കുന്ന കുട്ടിയാണ്, ഇത് വെച്ചിട്ട് ഷൂട്ടിംഗ് കാണുക. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ കുട്ടിയെ തിരിഞ്ഞു നോക്കുമ്പോൾ രേവതി അവിടെ നിന്നിട്ട് ഡയലോഗ് പറയുന്നു, രേവതി ചെയ്യണ ആക്ഷനൊക്കെ ഈ കുട്ടി അവിടെ നിന്നിട്ട് അതേപോലെ ചെയ്യുക. അപ്പോൾ ഒരു ഭയങ്കര കൗതുകം എനിക്കുണ്ടെങ്കിൽ ഇത് കൊള്ളാലോ. അങ്ങനെ ഞാൻ കുറേ കഴിഞ്ഞിട്ട് ഈ കുട്ടി പോകാൻ നിർത്തിയ കുട്ടിയെ വിളിച്ചിട്ട് പേരൊക്കെ ചോദിച്ചു, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ചോദിച്ചു, മോൾക്ക് അഭിനയിക്കണമെന്ന് ചോദിച്ചു. പെട്ടെന്ന് അവൾ വല്ലാണ്ടായി പോയി, ആ മുഖമൊക്കെ അങ്ങ് തുടുത്ത് കുട്ടി ഓടി അങ്ങ് പോയി. അങ്ങനെ ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചിട്ട് പറഞ്ഞ് ഇന്ന സ്കൂളിലാണോ ഒന്ന് ചോദിക്കുക, അന്വേഷിക്കും. അങ്ങനെ ആ സ്കൂളിൽ പോയി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പാരൻസിനോട് ചോദിക്കണമെന്ന് പറഞ്ഞ് പാരൻസ് പിറ്റേന്ന് വന്ന് ഈ കുട്ടിയെ കൊണ്ട്, അല്ല സാറ് തമാശ പറഞ്ഞല്ല സീരിയസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടീനെയാണ് ആ റോൾ അഭിനയിപ്പിച്ചത്. ഈ കാക്കോത്തി എന്ന് പറയുന്നത് അതിൽ ഇതാണ്. അതിനുശേഷം ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടില്ല എന്നുള്ളത്, ഞാൻ കുട്ടിയുടെ പേര് പോലും മറന്നു പോയിരുന്നു സത്യത്തിൽ. കാരണം അങ്ങനെ അഭിനയിപ്പിച്ച് അങ്ങനെ വിട്ടു. കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ കാക്കോത്തിക്കാവിൻ്റെ അനുഭവത്തെക്കുറിച്ചിട്ട് മനോരമ ഇതിലാണെന്ന് തോന്നുന്നു, മനോരമ ആഴ്ചപ്പതിപ്പിൽ എന്തിനും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം മനോരമ ഓഫീസിലേക്ക് ഒരു ഫോൺ വന്നു. അങ്ങനെ ആ കാക്കോത്തിക്കാവിൽ ആ കുട്ടിയായിട്ട് അഭിനയിച്ചത് ഞാനാണെന്ന് പറഞ്ഞിട്ട്. അത് സെക്രട്ടേറിയറ്റ്, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ജോലി ചെയ്യുന്നൊരു സ്ത്രീയാണ്. മനസ്സിലായില്ല. അങ്ങനെയാണ് ചില റീയൂണിയൻ ഉണ്ടാവാന്ന് പറയണത്. അവർ എന്നിട്ട് പിറ്റേ ദിവസം എന്നെ ഫോൺ ചെയ്തു. എന്ന് പറഞ്ഞു ഞാനാണ് ആ റോൾ അഭിനയിച്ചത്. അതിനുശേഷം സാർ എൻ്റെ പേര് വരെ മറന്നു. ഞാൻ പറഞ്ഞു ഞാൻ പേര് മറന്നു, കാരണം അന്ന് അഭിനയിച്ച് പിന്നെ നിങ്ങളങ്ങനെ പ്രൊഫഷണൽ നടിയൊന്നുമല്ലായിരുന്നു. അവരിപ്പോൾ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ സിനിമയിൽ ഇങ്ങനെ കുറേ അനുഭവങ്ങൾ നമുക്ക് അപ്പോൾ അറിയുന്ന താരങ്ങളുമായിട്ട് നമുക്കുള്ള ബന്ധങ്ങളൊക്കെ നമ്മൾ ഒരുപാട് തവണ പറയുകയും അവർ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു പക്ഷേ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ച് അങ്ങനെ പോയ ഒരുപാട് പേരുണ്ട്. കാക്കോത്തിക്കാവിൽ അഭിനയിച്ച കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ്. ലൈഫിൻ്റെ പല മേഖലകളിലും ഒരു വലിയ പൊസിഷനിലേക്ക് എത്തി. അപ്പോൾ കുട്ടികളുമായിട്ടുള്ള അനുഭവങ്ങൾ പിന്നീട് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാവ്യമാധവനൊക്കെ വന്നത് അങ്ങനെ തന്നെയാണ്. ചെറിയ കുട്ടിയായിട്ട് നമ്മുടെ പടങ്ങളിൽ വന്നത് അതാണ്. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത എപ്പിസോഡിൽ എൻ്റെ സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഞാൻ പറയാം. എന്നെ സംബന്ധിച്ച് ഈ 2 സിനിമകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ കുട്ടികളെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഓർക്കുന്നത്. ഉണ്ണികളെ ഒരു കഥ പറയാനായാലും ശരി, കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികളായാലും ശരി.